അവസാനം ഗുരു എന്ന് പറഞ്ഞ ഒരാൾ വന്നു കേട്ടോ. ഈ പുള്ളിക്കാരൻ അവസാനം വീണ്ടും ഈ സാധനം അയച്ചെടുത്തിട്ട് ഞങ്ങൾ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ സ്പെയർ പുതിയത് വാങ്ങുമോ, അതാകുമ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പുതിയത് വാങ്ങി ഇട്ടാൽ പോരെ. 4 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ പറയുന്നത് ഇത് അയച്ചിടുന്നതിൽ. അപ്പോൾ കാശ് ഇതിനകത്ത് ഏറ്റവും വലിയ പാടെന്ന് വെച്ചാൽ ഇത് അയച്ചെടുക്കലാണ് കേട്ടോ. പുള്ളിക്കാരൻ 3 മണിക്കൂറാണ് സമയം പറഞ്ഞേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അയച്ചെടുക്കൽ ഭയങ്കര പാടാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്. നേരത്തെ അതേപോലെ ഇന്നലെ നമ്മൾ റെഡിയാക്കിയത് ഏകദേശം 3-4 മണിക്കൂർ വെച്ചിട്ടാണ് ഈ ശരിയാക്കിയത്. വേറെ കാര്യമുണ്ട് ഇതിനകത്ത്. ചില ആൾക്കാർക്ക് ഇത് അറിയത്തുള്ളൂ. അതാണ് നോക്കൂ, ഫൈനലി ഞങ്ങളുള്ളത് ഇപ്പം ജാർഖണ്ഡിലാണ്, ബീഹാറിലാണ്. പാട്നയുടെ അടുത്താണ്. അപ്രോക്സിമേറ്റ് 1 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇന്നലെ രാത്രി കിടന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് വീണ്ടും ഡൈനാമോ കംപ്ലൈന്റ് ആയത്. മൈ ഫ്രണ്ട്, ഞങ്ങൾ രണ്ടും ഭയങ്കര ആഘാതമായ പൈസകളുള്ള ബന്ധമാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും 18,000-20,000 പറഞ്ഞു. മാറ്റണ്ട, അതിന്റെ അകത്ത് സാധനം ചേഞ്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പൊ 15,000 രൂപ പറഞ്ഞു. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ വന്നാണ് ഒരു രീതിയിൽ നേരം വെളുപ്പിച്ച്. അതായത് ഇന്നലെ ഇവിടെ കൊതുകടിയും കൊണ്ട് ഇവിടെയൊക്കെ കിടന്നു. കൊതുകെന്ന് പറഞ്ഞാൽ അന്യായ കൊതുകായിരുന്നു. ട്രൗസർ വാളി കേട്ടോ. പിന്നെ സ്റ്റിക്കറിൽ ചില സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പം അതിവിടെ ഒരു കടയുണ്ടായിരുന്നേ. അപ്പോൾ ഈ കടയിൽ നിന്ന് അവിടെയുള്ള പുള്ളിയോട് പറഞ്ഞു അത് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇത് പിന്നെ ഈ സ്റ്റിക്കർ ഒട്ടിക്കൂടാ. ഇതുണ്ടോ മിനിങ്ങൾ പറഞ്ഞു വരുന്ന ഇതുണ്ട് എക്സ്ട്രാ സ്റ്റിക്കർ ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സെറ്റ് ചെയ്ത് തരാൻ 400 ഉള്ളൂ കേട്ടോ. പൈസ കുറവാ മൊത്തം. നോക്കൂ, അതേപോലെ ഇവിടെയും വേണം കേട്ടോ. 2 സൈഡും ഇതുണ്ടോ. അവനൊക്കെ പൊളിഞ്ഞു വന്നൊക്കെ പറിച്ച് സെറ്റപ്പ് ചെയ്ത് സ്റ്റാൻഡേർഡൊക്കെ ഒട്ടിച്ചിരുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഗ്ലാസ് എല്ലാം താത്തിട്ടൊക്കെ കേട്ടോ. വേറെ കാര്യമുണ്ട്, പുള്ളിന് തമ്പാക്ക് വെച്ചാലും ഞാൻ റെഡി ആകത്തുള്ളൂ. ഇവിടെ ഉള്ളൊരു പണി എടുക്കണ ഈ സാധനം വെക്കണം കേട്ടോ. അതായത് ഡൈനാമോ പണിത് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇനിയിപ്പം അതിന് കയറ്റാൻ വേണ്ടി പോകട്ടോ. ഇത് കാര്യം എന്താ, ഡൈനാമോ പോയത് നമ്മളെ വണ്ടി ഓടാതെ പോയതാ. എല്ലാ സാധനം ഉള്ളിൽ പൊടിഞ്ഞു പോയത്. അങ്ങനെ സംഭവിച്ചാ, അല്ലാതെ വേറൊന്നും അല്ല. ഉള്ളിലത്തെ മറ്റേ സാധനമില്ലേ ഇങ്ങനെ പോകുന്ന വയറിംഗ് കോയില്ലേ, അതിന്റെ അകത്തൊരു സാധനം പോകുന്നു ഫുള്ള് പൊടിഞ്ഞു പോയായിരുന്നു. അത് ഇട്ടിട്ട് കാര്യമില്ലായിരുന്നു. ഫൈനലി എന്തായാലും ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾ പാടണിക്കോ. ഞങ്ങൾക്ക് ഇന്ന് കാർമിക്ക് കളക്ട് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നേപ്പാൾ ബോർഡറിലേക്ക് പോയിട്ടോ. ഒന്ന് വണ്ടി സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ട് ഫോഴ്സിന് സർവീസ് സെൻറ്ററിൽ കയറ്റി ഒന്ന് സർവീസ്, അതായത് അതിൻ്റെ സെൻസർ വെച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇവിടെയായിരുന്നു ഞങ്ങൾ വെള്ളം കൂടി പരിപാടിയൊക്കെ. ഈ കടയിലായിരുന്നു കേട്ടോ. ഇവിടെ മാത്രമേ തണുപ്പുള്ളൂ, ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. നമ്മുടെ കസര എടുക്കാൻ പറ്റില്ലടാ. സത്യം പറഞ്ഞാൽ വണ്ടിക്ക് പണി വരില്ലെന്ന് പ്രാർത്ഥിച്ചാണ് വണ്ടി എടുക്കുന്നത്. വണ്ടിക്ക് പണിയൊന്നും എന്ത് ചെയ്യാനോ. ഇന്നലെ മുതൽ തുടങ്ങിയത് കേട്ടോ. ഇന്നലെ വെളുപ്പിന് തുടങ്ങിയത്. ഇന്ന് ഒക്കെയാണ് എനിക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഒരു ആൾട്ടർനേറ്റീവ് മേടിച്ച് പുതിയത് വെക്കണം. 10-12,000 രൂപ അതിന്. അത് മേടിക്കണം കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ 10 ഇരട്ടി ചൂടാണ്. എനിക്കൊന്നൊരു 45 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും ചൂട്. നമുക്കില്ല. ഇത് കഴിഞ്ഞ എവിടെയും പോയിട്ട് കുളിച്ച് ഐഫോൺ ചാർജ് ചെയ്യാനായിട്ട് കുറേ സമയം നോക്കി. ലാസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫോൺ തണുപ്പിച്ചതിന് ശേഷം ഇപ്പൊ കയറുന്നത്. നോക്കാം. അടുത്ത് ഞങ്ങൾ ഏതായാലും പമ്പിൽ കയറിയിട്ട് ഒന്ന് ഫ്രഷ് ആണ് കേട്ടോ. ഫ്രഷ് ഒന്നും അല്ല, വയ്യ. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചെന്നറിയോ? ഞാൻ കഴിച്ചില്ല, സെബിനൊക്കെ കഴിച്ചു. സെബിനും റസാക്കിയൊക്കെ ഈ സാധനം ഇതുണ്ടോ, ആ ഒരു 10 പോലത്തെ സാധനം. ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ അവിടുന്ന് 2 വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതുണ്ടോ അടിയിൽ കിടന്ന് നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട് പുള്ളി തീർക്കട്ടോ. ഊരിക്കൊണ്ടൊരു ഡൈനാമോ പടപട തീർക്കാം. ഇപ്പം പെട്ടെന്ന് ഊരുകയും ചെയ്തു. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തന്നില്ല. കാര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ആള് താഴെ മേലോട്ട് ഏക്കരുത് എന്റെ പ്രാർത്ഥന. അതിനാ ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ റസാക്കേണ്ടല്ലോ. അതിനാ ഈ പുള്ളി വരെ ഇതുണ്ടോ ഈ സാധനം വെച്ചോണ്ടിരിക്കുക കേട്ടോ. അതായത് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വെക്കുന്ന സാധനമാണ് തമ്പാക്ക്. അതാണ് സാധനം. നോക്കൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനാ പറഞ്ഞേ. ഓ ഭയ്യ एक बार ओ पूरा सीधा पीछे ना ओ एनी लाइन है ना मेन वो बॉडी में टच करो प्लीज. चेक करो भैया. इंजन मिस्त्री चेक करो. इंजन मिस्त्री कोई बार बॉडी में टच करो बोलता है. ഏനോ ചോദിക്കാം പറയടോ മര്യാദയ്ക്ക് പറഞ്ഞു. वो एक्स्ट्रा फिटिंग्स है ना वो लाइट का वगैरह जैसे पहले स्टार्ट करके चेक कीजिए. पहले स्टार्ट करो. ഗയ്സ് നോക്കൂ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ. വണ്ടി എന്തായാലും ശരിയായി. സെബിൻ അവിടെ കയറി കേട്ടോ. എൻ്റെ മാറ്റി മൊത്തം കുളം കേട്ടോ. ഇനി അതിന് പമ്പിൽ കൊണ്ടുപോയിട്ടോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ദൈവമേ ഇന്നലെ രാത്രി മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാ. ആവുന്നില്ലടാ, നീ കീ തിരിക്കടാ. സുഗണൻ പോകരുത്. തിരിച്ചേ. നിക്ക് ഒന്ന് ഇല്ല. ചാർജ് ഇല്ലടാ, വായ്പേ ഇല്ലേ.
ഒന്നുമില്ല. ആടാ അനങ്ങുന്നില്ലല്ലോ. ചാർജ് അല്ല, ഇതാ മീറ്റർ പോലും ഓണാകുന്നില്ലല്ലോ. നല്ല മെക്കാനിക്ക്. പഴം എത്രപ്പഴം കഴിച്ചോ. നീ എൻ്റെ വെള്ളത്തോടെ കൊണ്ട് ഇറങ്ങിക്കേ. ഇപ്പുറത്തേക്ക് പോവാം. നീ എയിലേലും പോകും. അക്കോല് തിരിച്ചിട്ട് പോലും അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? ഫുള്ളിറങ്ങിപ്പോയിരിക്കും കേട്ടോ. അതായിരിക്കും. അതല്ലാതെ വേറൊരു മാർഗ്ഗം വരാൻ സാധ്യത. ഇവിടെയൊക്കെ ഫുള്ള് സ്റ്റിക്കർ അടിച്ച്, ഇവിടെയൊക്കെ സ്റ്റിക്കർ അടിച്ച് ലെവലാക്കി കേട്ടോ. ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. ലെവലായി ഗൈസ്, നോക്കൂ, സ്റ്റിക്കർ ലെവലായി കേട്ടോ. ഇനി കുറച്ചും കൂടെ പരിപാടിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. 45-50 ഡിഗ്രി ചൂടുണ്ടാവില്ല. ഫോണൊക്കെ ഓഫായി പോകും. സമ്മതിക്കാൻ കേട്ടോ. ഇത് എടുത്തിട്ട് പീച്ചേ നെയ്യാ ഇതർ ഓ സൈഡ് തുറന്നു കൊടുക്കണോ? തുറന്നു കൊടുത്തു. എന്നെ വിളിച്ചാ? ഡോറും പറഞ്ഞു പോന്നു. ഡോറിന്റെ ഇവിടുത്തെ ഒരു നെറ്റ് ലൂസായി പോയി കേട്ടോ. ഒന്നൊന്നല്ല, 2 ഊരി കയ്യിലിരുന്നു. ഇതാരുടെ അല്ലെങ്കിൽ അവന്റെ കടം പറഞ്ഞിട്ട് വന്നാ തിരിച്ചു കൊടുക്കണോ? പിന്നെ അപ്പുറം സ്റ്റിങ് മേടിച്ചോണ്ട് കടം വേറെ ഉണ്ട്. അല്ലെങ്കിൽ കടം മേടിച്ചോണ്ട് വന്നാണ്. നീ അത് പുറത്തേക്ക് അടിച്ചാ കൊള്ളല്ലേ? ഏതാണെങ്കിലും മതിയെന്ന് പറ. ലൈറ്റർ ഒന്നുമില്ല, അവന് തീപ്പെട്ടി കൊടുക്കാന്ന് പറ. അല്ലേ ഇതന്നെ ഇതിനെ കഴിഞ്ഞില്ലേ? നീ അവിടെ വെച്ച് സ്റ്റിക്കർ ഒട്ടിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. അവസാനം എല്ലാരും വണ്ടി കയറി കേട്ടോ. നമ്പർ വെച്ച് അടിക്കാൻ വേണ്ടി കായും കൂവൊന്നുമില്ല. എവിടെയെങ്കിലും നമ്പറിട്ട് വണ്ടി ചേർത്താ. एक मिनट मैं रेडी करेगा. एक मिनट मेरे को टाइम दे दो. मैं अच्छा करेगा. मैं बात പേസി പണ്ണു. एक बच्चा है करेगा. അങ്ങനെ വണ്ടി റെഡി കേട്ടോ. ഇല്ല ഇത് വെച്ച് തള്ളേ കണ്ടേ. ഒരു മിനിറ്റ് ഇല്ല, ഏതും ലോയാ വാൾട്ടറി. നീ ഏതാ ടൈറ്റ് അല്ലാത്ത? ഏതാ ലൂസാ? ഇത് പോരാടോ. സംഭവം സ്റ്റാർട്ട് ചെയ്തു, ശരിയായില്ല കേട്ടോ. ഇതാണ് വിഷയം. വീണ്ടും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നിരന്തരം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പരിപാടി പാളും കേട്ടോ. 100% ഉറപ്പാണ്. കാരണം ഡേറ്റ് വിഷയമാവും. വള്ളി ആയല്ലോ ഭർത്താവ്. എന്നാന്നുള്ളൊരു പിടുത്തം കിട്ടുന്നുണ്ട്. വണ്ടി ചാർജ് ആവുന്നില്ല. ഡൈനാമിക് ചാർജ് കമ്പനി കൊണ്ടുവന്നേ. എടാ സെബിനെ, കമ്പനി കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്കാൻ ചെയ്യിക്കാം. അതായിരിക്കും നല്ലത്. ഇനി അല്ലേ ഐസ് എങ്ങനെ വന്നാൽ ഞങ്ങളെന്താ പറയുക, കോലം കിട്ടും കേട്ടോ. ഇനി എന്തായാലും ഫോഴ്സിലേക്ക് വണ്ടി കയറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇനി ആലോചിക്കുന്നുള്ളൂ. അതാ നല്ലത്. അവിടെ പോയി നമുക്ക് സ്കാൻ ചെയ്യിക്കാം. ഇപ്പം എൻ്റെ പൈസ കൂടെ കൊടുത്ത് ഇവിടെ നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. ഓഫ് ആക്കുവാണ്. എന്തോ പ്രശ്നമുണ്ട്. അവൻ അതാ നോക്കുന്നത്. ഭയ്യ ക്യായേ ഭയ്യ, ക്യാ പ്രോബ്ലം ക്യായേ? പറയുന്നുണ്ട്. ഫൈനലി നമ്മളങ്ങനെ ഇലക്ട്രീഷ്യന്റെ പൈസ എടുത്തത് 2500. 2000 മൊത്തം 4500. അത് വിളിച്ചില്ല, കറക്റ്റ് പൈസയാണ്. വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ടുള്ള പൈസ കൊടുക്കുവാണ് ഇപ്പൊ ഒരു പുതിയ സാധനം മേടിച്ചത് അല്ലേ? സത്യം കേട്ടിട്ട് ഇനിയിപ്പം എത്ര പെണ്ണ് ഫോഴ്സിന്റെ സർവീസ് സെന്റർ പിടിക്കുന്നു എന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒറ്റ കൂലി. ആ കൂലി കഴിഞ്ഞിട്ട് സാറിന്റെ അടുത്ത് കുടിച്ചാലോ? അതായിരിക്കും നല്ലത്. പിന്നെ ഇത് അതായത് നമുക്ക് ഡൈനാമോ മേടിക്കണം. ഡൈനാമോ മേടിച്ചില്ലെങ്കിൽ ഇനി എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതാട്ടോ. കറക്റ്റ് പുതിയ ഡൈനാമോ കയറ്റിയിട്ട് ഒരു വിഷയം. ഇതിപ്പോ എർത്ത് കംപ്ലൈന്റ് ആയിരുന്നു പറഞ്ഞത്. ആയിരിക്കുമോ സെബിനെ? തോന്നുന്നത് ചില സമയം നമ്മള് ആദ്യം മുതലേ കണ്ട് ഒരു ഇത് വെച്ച് നോക്കുമ്പോ അവിടെ എവിടെയൊക്കെ ലൈറ്റ് ഓഫ് ആകുന്നു, പല ലൈറ്റ് ഓഫ് ആകുന്നു. അവസാനം ഞങ്ങൾ നേരെ പാടിന എത്ര ദിവസം എന്നറിയാം. നമ്മൾ പിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് 2 ദിവസം ലേറ്റ് ആട്ടോ. 66 കിലോമീറ്റർ ഉള്ളിന് പാട്ന ചെല്ലുക, ഈ സർവീസ് സെന്റർ ചെല്ലുക, കാര്യങ്ങൾ നടത്തുക. എന്നിട്ട് ഇത് അവരോട് തന്നെ ചോദിക്കുക എവിടുന്നാ കിട്ടുന്നത്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ സത്യം ഇന്നത്തെ 15 അല്ലേ? ഒരു ദിവസം എനിക്ക് ഗ്യാപ്പുള്ളൂ കേട്ടോ സെബിനെ. രാത്രി പിടിക്കാന്ന് വെച്ചാൽ ബോർഡ് തുറന്നു തരൂല. രാവിലെ ഉള്ളൂ. ബീഹാറിന്റെ ഒരു മെയിൻ പാട്നയ്ക്ക് വന്നൊരു മെയിൻ വഴി കൂടെ കേട്ടോ പോകണം. അവസ്ഥ നോക്കി, റോഡ് മൊത്തം കച്ചവടം. ഇത് എന്നതാടാ, റോഡില്ല, ഫുള്ള് കച്ചവടം. ഇതെന്നതാ നീ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കാണുന്നത്? പിന്നെ ഇഷ്ടം പോലെ കണ്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ഇവിടുത്തെ രീതി കേട്ടോ. റോഡ് മൊത്തം കച്ചവടങ്ങളും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടികൾ വന്ന് ചറപറാന്ന് ഇടിക്കും കേട്ടോ. ഒരു രക്ഷ ഉണ്ടല്ലോ ആ കാര്യത്തിൽ. റോഡ് ഫുൾ കച്ചറ റോഡേ, പൂര കച്ചറായ. ഇതെന്നാ മട്ടി പോയേ. കണ്ണ് കാണുന്നില്ല കേട്ടോ. പാട്നയിലെത്തി 2 കിലോമീറ്റർ ഉള്ളൂ.
സർവീസ് സെന്ററിലേക്ക് കേട്ടോ. സമയം 3:10. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമുക്ക്. 5 മണിയാകുമ്പോൾ കൈയിട്ട് പോകുമായിരുന്നു. ഉറപ്പാണ് 4:50 രൂപ. അതിന് മുന്നേ നമുക്ക് എത്തണം. 2 കിലോമീറ്റർ 5 മിനിറ്റ് അല്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ അവനെ. ഇത് നല്ല ബ്ലോക്കാണ്. ആണോ? ഇപ്പൊ പോലത്തെ ടോളിൽ നമ്മൾ കയറുന്നത് ഒരച്ചിട്ടാ പോകുന്നത്. ലോറി കയറി കഴിഞ്ഞാൽ കുടുങ്ങി പോയില്ലേ? വലിയ വണ്ടിക്ക് പോകുമ്പോൾ പാകണം. അതെന്താ സംഭവം അറിയോ? പഴയ ടോളാ, അത് കാരണം എങ്ങനെ ഇരിക്കുന്നത്. അവസാനം നമ്മൾ ഫ്രൂട്ട്സിന്റെ സർവീസ് സെന്ററിൽ എത്തിയല്ലേ ഇവനെ. ഇവിടെ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടയർ അപ്പുറം ഇപ്പുറം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 4 മണി ഇനിയുള്ള 1 മണിക്കൂറാണ് നമ്മൾ മുന്നിലുള്ള. ഇവനെ നേരെ തള്ളി പിടിക്കുക അന്നത്തെ പോലെ. പകുതിയിൽ ശരിയാക്കി തരും. ഇതിൽ ഏതോ ഒന്നാടാ ലിബിനെ. ഏതാ ഏതാ ഇതാ അതന്നെ ഫോഴ്സിന്റെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇല്ല, നല്ല സർവീസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും. നമുക്ക് അവിടെ ഡൈനാമി അല്ലേ, നമുക്ക് ഡൈനാമി അല്ലേ. അവന്മാരെല്ലാം അടച്ചവനെ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് തരാൻ പറഞ്ഞാൽ മതി. അവനെ സിസ്റ്റം പിടിച്ചു തന്നാൽ മതി. സർവീസ് ബുക്ക് बस यही प्रॉब्लम है वो डायनामो को चार्जिंग नहीं बैटरी में नहीं अभी रेडी किया है. अभी मैं काम करेगा एक बार लैपटॉप में चेक करने के लिए. अभी ये डायनामो का प्रॉब्लम हुआ था बैटरी में चार्ज करना ही दो तो तार टूट जाने को. വണ്ടി ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഡൈനാമോ കിട്ടുന്ന കടവെല്ലാം അറിയാവുന്ന ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ഡൈനാമോ മേടിച്ചേക്കണം. ഇതൊരു ഓടിപ്പം വലിയ കുഴപ്പവും കാര്യങ്ങളും ഇല്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഫോഴ്സിൻ്റെ സർവീസ് സെൻറ്ററിൽ ഒറ്റ വണ്ടിയില്ല. ഇവിടെ ഉറങ്ങുമായിരുന്നുണ്ടോ? എല്ലാവരും ഇവിടെ ഉറക്കോ കേട്ടോ. ഇവിടെ എല്ലാം ഉറക്കോ അല്ലേ? ഒറ്റ വണ്ടിയില്ല, ഇവരെല്ലാം ഇവിടെ ഇരിക്കും കേട്ടോ. मेरा केरला में पूरा शोरूम में पूरा गाड़ी है बिजी. इधर गाड़ी नहीं है ना. ഇവിടെ വണ്ടിയില്ല കേട്ടോ. പാർട്സ് എന്തെങ്കിലും മേടിക്കാണ്ടോ? നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സാധനം ഉറപ്പായിട്ട് വാങ്ങിക്കും. ഡൈനാമോ കിട്ടിയില്ല. ഡൈനാമോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് 120 ആംബിയറിന്റെ ടി വി എസ്. ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ ഒരു സംബന്ധിച്ചല്ല. ABSന്റെ കാര്യം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടോ. അത് പിന്നെ ഫോഴ്സിൻ്റെ ഇന്ത്യയിലെ ഏത് സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാലും ABSന്റെ കാര്യം നോക്കണ്ട കേട്ടോ. കാരണം അത് ശരിയാവത്തില്ല. അപ്പോൾ അവർ നോക്കിയിട്ടെല്ലാം പറയാമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ പണിയുണ്ട് അത് പറഞ്ഞു കേട്ടോ. പിന്നെ നടക്കൂലേ കേട്ടോടാ. എന്തൊക്കെയുണ്ട് അതൊക്കെ പറഞ്ഞോ, അതായിരിക്കും നല്ലത്. എൻ്റെ പൊന്നേ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏക വണ്ടി നമ്മുടെ വണ്ടിയാന്ന് തോന്നുന്നല്ലേടാ. ഇന്നത്തെ ദിവസത്തെ ഏക വണ്ടി നമ്മുടെ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. വേറെ വണ്ടിയൊന്നും വന്നിട്ടില്ല. വേറെ എന്നാ പണി നമുക്ക് പറയാനുള്ളേടാ. ഓ ഫാൻ മറ്റേ AC-യുടെ മറ്റേ കംപ്രസർ. എടാ ലിബിനെ AC-യുടെ കംപ്രസറില്ലേ, ആ കംപ്രസറിൻ്റെ ഞെട്ടും ബോൾട്ടും എല്ലാം കറക്റ്റാണോ, എല്ലാ ബോൾട്ടും ടൈറ്റാണോ എന്ന് നോക്കാൻ പറയണേ, മറക്കല്ലേ. പുള്ളി കാണുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തോ നെറ്റ് അതൊന്നും അടിയിൽ കാണിച്ചു. അല്ല അത് ഇവർക്കറിയാം. നീ പറഞ്ഞാൽ മതി. അവിടുത്തെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഇതില്ലേ ബോൾട്ട്, പറഞ്ഞാൽ മതി. മറക്കില്ല കേട്ടോ. ആ അടിയിൽ കയറുമ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളം മേടിച്ചിട്ട് ഓടി വരാം. മിസ്റ്റർ റസാഖ് എന്ത് ചെയ്യും? ഇവിടെ കിടന്ന് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടോ. എനിക്ക് തോന്നുന്നുണ്ടല്ലോടാ, ഫോഴ്സ് കമ്പനി ഇല്ലേ സെബിനെ, അതിൻ്റെ AC ഓഫ് ആക്കിയിട്ട് അടിക്കാൻ പറ. ഫോഴ്സ് കമ്പനി ഇല്ലേ ലിബിനെ, ഫോഴ്സ് കമ്പനി ഇവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നപോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഒന്നും വണ്ടി ഇല്ല കേട്ടോ. ഇവരുടെ അഹങ്കാരവും ഇവരുടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വമ്പ സേലാന്ന് വിചാരം. പക്ഷേ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പിന്നെ അതേപോലെ തന്നെ മഹാരാഷ്ട്ര, ആസാം, പഞ്ചാബ് കുറച്ച് ഇത്രയൊക്കെ ഉള്ളു വണ്ടി സെയിൽ കേട്ടോ. ബാക്കിയൊന്നും അവിടെ വണ്ടി ദില്ലി അവിടെയൊക്കെ ഉള്ളു കേട്ടോ. ഉണ്ടോ അവർക്ക് സംസാരിക്കാൻ ഒരു ഏരിയ അല്ലേടാ, ഒരു വട്ടമേശ സമ്മേളന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. നമ്മൾ നേപ്പാൾ കയറും. അതിന് മുന്നായിട്ടുള്ള ലാസ്റ്റ് ചെക്കിംഗ് ആണ്. ഇനിയൊരു ചെക്കിങ് സംഭവമൊക്കെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ എല്ലാം ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ല. മെക്കാനിക്ക് നോക്കുന്നുണ്ടോ? ആ, മെയിൻ മെക്കാനിക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പറഞ്ഞു കൊടുത്താലോ? പറഞ്ഞിട്ടുണ്ട്, ചെയ്യും അല്ലേ. ചെക്കിങ്ങും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റിസാക്കയുടെ നേതൃത്വത്തിലാണ് പരിപാടികളൊക്കെ നടക്കുന്നത്. പുള്ളി കണ്ടപാടെ പറഞ്ഞു ആഡ് ബ്ലൂ ഇല്ല, അതാ പ്രശ്നം കേട്ടോ. BS4 ആഡ് ബ്ലൂ ഇല്ല എന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. പണിയെടുക്കാൻ മടി കേട്ടോ. അവന്മാർ നോക്കുന്നില്ല, എങ്ങനെയാലും 5 മണി തള്ളി നിൽക്കാൻ വേണ്ടി നോക്കും കേട്ടോ. പക്ഷെ എന്തൊരു കഷ്ടമാണെന്നല്ല നിൽക്കണേ. ഒച്ചപ്പാടാക്കിയിട്ടോ നോക്കാമെന്ന് തന്നെ പറയണേ. നീടെ പോയി ലിബിയ യഥാർത്ഥമായ രീതിയിൽ ഈ കാണുന്ന സാധനത്തിന് കണക്ഷൻ കൊടുത്തപ്പോൾ സാധനം കത്തിപ്പോയിട്ടാ. ലിബിനെ ശരിക്കും കൊടുത്തപ്പോൾ സാധനം കത്തിപ്പോയിടാ. ഷേടാ, അതൊരുമാതിരി ചെയ്തായിപ്പോയല്ലോ. യഥാർത്ഥമായിട്ടേ കത്തിപ്പോയി. എന്നാന്നുള്ളൊന്ന് ഇലക്ട്രിക്കൽ നോക്കാൻ പറഞ്ഞാലോ വീണ്ടും പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല, 5 മണിക്ക് ഒരു പോകില്ലേ. കമ്പനി വണ്ടി പണിത് വിടും. പക്ഷേ
എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല, അതാ വിഷയം. അവർ തിത്തേ തകതേ വെച്ച് 5 മണി ആക്കാൻ വേണ്ടി തള്ളാൻ വേണ്ടി തിരിക്കും കേട്ടോ. 5 മണി കഴിയുമ്പോൾ നമ്മളെ നൈസായിട്ട് തള്ളും, ഈ ഗേറ്റ് അങ്ങ് അടയ്ക്കും. അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, വേറെ ഒന്നും സംഭവിക്കാനില്ല കേട്ടോ. സംഭവം പെട്ടു, കണ്ടോ പൊട്ടങ്ങളി തുടങ്ങിയില്ലേ? തുടങ്ങി. ഇതിരുന്നാട്ടോ ഒരു ചായ കിട്ടി. എന്താണ് കേട്ടു ഐസിൻ്റെ ഇലക്ട്രിക്കൽ ഫാൾട്ടാന്ന് കേട്ടോ പറഞ്ഞു. നമുക്ക് അവരിപ്പോൾ നോക്കി തരാമെന്ന്, പക്ഷേ ഇലക്ട്രീഷ്യൻ ഇല്ല, ഇവർ മൊത്തം മെക്കാനിക്കാന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ വന്നിട്ട് നോക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നൊരു ദിവസമുള്ളൂ നമ്മുടെ മുമ്പിൽ. നാളെ ബോർഡർ കയറാൻ പറ്റില്ല, നമ്മൾ ആട്ടപ്പാട്ടൽ പോകുമ്പോൾ ഒരു വിധത്തിൽ വണ്ടി ശരിയാക്കേണ്ടത്. അത് കൊളാക്കി കൈ തന്നെ, എന്നിട്ട് പൊക്കോളാൻ. ഇന്നിനി നടക്കൂലെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇലക്ട്രീഷ്യൻ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പോടുന്ന പറയുന്നു. ആണോ? അടിപൊളി. ഞങ്ങൾ കേരളത്തിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിനറിയാം കേട്ടോ. പാർട്സ് ഇല്ല, ഒരു സാധനവും ഇല്ല. അവർക്ക് അറിയില്ല. ഇപ്പൊ 4 മണിയല്ലോ, 4:05, 5 മണി 6 മണി കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും അത് കണ്ടോ. അവര് കമ്പനി ഇവർക്ക് ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം ഒരുക്കി കൊടുത്തു, അത്രേ ഉള്ളൂ. ഇന്ന് വണ്ടി ഇവിടെ വെച്ചോ, പിന്നെ ശരിയാവുന്നൊന്നും തോന്നുന്നില്ല. അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവരെന്നോട് പറയാം, അത് ഞാനും കേട്ടോ കേട്ടോ. ഞങ്ങൾ പറയാം ലോക്കൽ വർക്ക്ഷോപ്പിൽ ഏതെങ്കിലും പോയിട്ട് ശരിയാക്കാൻ. ഗൈസ് ഫൈനലി ഞങ്ങളുണ്ടല്ലോ വണ്ടി പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇലക്ട്രിക്കൽ പണിയെടുക്കാൻ ടീമുണ്ട്. ഇവിടെയൊക്കെ തെണ്ടി നടന്ന് ചോദിച്ചു, 2-3 സ്ഥലത്ത് ചോദിച്ചു, നടന്നില്ല കേട്ടോ. മുമ്പിലായിപ്പോയി. ഇനി അടുത്ത സ്ഥലത്ത് പോയി നോക്കട്ടെ, അല്ല വേറെ മാർഗമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ അടുത്ത സ്ഥലത്തും വന്നു, ഇവിടെ എടുക്കൂല. അടുത്ത സ്ഥലത്ത് നോക്കാം. അത് സൂപ്പർ ഐഡിയ അറിയാം. കാണുന്നത് ആൾട്ടർനേറ്റർ പണിയുന്ന വർക്ക്ഷോപ്പാണ്. വീണ്ടും ഞങ്ങൾ അടുത്ത വർക്ക്ഷോപ്പിൽ 2-3 ഉണ്ട് കേട്ടോ. എങ്ങനെയാ പോകുന്ന ഞാനാ ഫുള്ള് കരിയും കാലൊക്കെ ഉണ്ടാവും, ഫുള്ള് കരി ചെളിയൊക്കെ ആയിട്ട്. ഇനി ഫുള്ള് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാണ്. വണ്ടിയൊക്കെ ഒന്ന് കഴിയേണ്ട സെറ്റപ്പ് ഉണ്ട് കേട്ടോ, ഒന്ന് കരി സെറ്റപ്പ് ആക്കണം. പരാജയം ഞാൻ ജീവിതത്തിൽ കണ്ടില്ല കേട്ടോ. ഇതേപോലെ भैया नीचे जाएगा वो एर्थ चेक करेगा और नया वाला എന്നാണ് പറയുന്നത് അൾട്ടർനേറ്റർ. പിന്നെ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് ഇതുപോലെ ഒപ്പിച്ചു തന്നെ 5 മണി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ടാണ് ഡൈനാമോ. അന്ന് കൊൽക്കത്തയിൽ നമ്മൾ മലേഷ്യക്ക് പോകുന്ന സമയത്ത് ലാസ്റ്റ് ഷിപ്പിംഗ് ടൈം ആയിരുന്നേ. അന്ന് ഞങ്ങൾ ഇതേപോലെ പുള്ളി ശരിയാക്കേണ്ടി പോയി ഇതേപോലെ തന്നെ ഞങ്ങൾ ഒപ്പിച്ചാട്ടോ. ഒരിക്കലും ഫോഴ്സിന്റെ ഷോറൂം നന്നാവൂല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ അങ്ങ് ഡൽഹി വരെ വിളിച്ചു ഉള്ള ഇത് വെച്ചിട്ട് കസ്റ്റമർ കെയറിന്റെ അകത്ത്. സാധാരണ എല്ലാ കസ്റ്റമർക്കാരെ വിളിച്ച് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നേ. ഇതെന്ന് നിങ്ങൾ തിരിച്ചു നോക്കോളാൻ പറയുന്നത് അല്ലേ? ജീവനും കൊണ്ട് പുറത്ത് പണിയെടുത്തോളാം. എങ്ങനെയുണ്ട് റസാക്ക ആജ്? എങ്ങനെയുണ്ട് മറ്റേ ഇതെങ്ങനെയുണ്ട്? മറ്റേ ഷോറൂം പോയിട്ട് അവര് പറയുന്നത് പുറത്ത് മേശിരിമാരുണ്ടോ അവരോട് പണിയെടുത്തോ, അവരെ കൂടെ പണിപ്പിക്കല്ലോ പറഞ്ഞു. അങ്ങനെ കേട്ടോ പറഞ്ഞേ. ഇതിപ്പോ എന്തായാലും ഞങ്ങളൊന്ന് നോക്കട്ടെ, ഒന്ന് പറഞ്ഞു കൊടുത്തു ഇവരോട് എങ്ങനെയാന്നുള്ളത്. ഇന്ന് രാത്രി മൊത്തം വണ്ടി ഓടിക്കേണ്ടതാണ്. സെബിൻ അതുകൊണ്ട് ഉറങ്ങും കേട്ടോ. സെബിൻ രാത്രി മൊത്തം ഓടിക്കും. സെബിൻ ഇതേ കിടന്ന് ഉറങ്ങുന്നു കേട്ടോ. അവനൊട്ടും വയ്യ, കാരണം ഇന്നലെ പണി കിട്ടിയോണ്ട് എല്ലാം പണിയായിപ്പോ കേട്ടോ. അപ്പൊ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തതിനു ശേഷം ഈ വണ്ടിന്റെ കുറെ നമ്മൾ സാധാരണ വണ്ടിനകട്ടെ കുറെ ഐറ്റംസ് ഉണ്ടല്ലോ, ആൾട്രേഷൻ ചെയ്ത വണ്ടിയല്ലേ. അപ്പോൾ ഇതിന്റെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങും വയറിന്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാക്കി വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയിൽ പോയി കഴിഞ്ഞാലും അല്ല എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഡീറ്റെയിൽസ് കാണിച്ചാൽ അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് നമ്മൾ ഇവിടെ എർത്ത് ചെക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത് ആ വട്ട് പിടിക്കുന്ന പരിപാടിയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇവര് ചെക്ക് ചെയ്തിട്ട് പറയുന്നത് ആൾട്ടർനേറ്ററിന്റെ പ്രശ്നമാണ് കേട്ടോ. भैया मैं अभी इधर आने के लिए टाइम है करेक्ट वर्किंग है ना? अभी कनेक्शन दूसरा अलग करके कलेक्शन नहीं, वो डायनमो को जो फिटिंग किया ना, चार्जिंग निकाली नहीं, बत्ती को फूटना चाहिए. റസാക്കെ ഒന്ന് സംസാരിച്ചേ. അതായത് നമ്മളിവിടെ വന്നപ്പോൾ ഓക്കെ ആയിരുന്നല്ലോ, അപ്പോൾ കണക്ഷൻ മാറ്റി കൊടുത്തപ്പോൾ ആണോ സംഭവിച്ചെന്ന് ചോദിക്കാം. എന്നാന്ന് ചോദിച്ചതെന്ന് പത്ത് പിടിക്കുന്നു. അത് നിലവിൽ സംഭവം ഉണ്ട്, പക്ഷെ അത് ഇതുവരെ ചാർജിങ്ങിന്റെ കറക്റ്റ് അല്ല. ചാർജ് ആകുന്നുണ്ട്, പക്ഷെ വളരെ ചെറിയ തോതിൽ മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ നിൽക്കാത്തത്. അപ്പോൾ അതന്നെ എർത്ത് പ്രോബ്ലം എന്ന് പറയുന്നതും പിന്നെ കൃത്യമായ രീതിയിൽ ബാറ്ററിയിലേക്ക് ആവശ്യമുള്ള ചാർജ് പോകുന്നില്ല. अभी अल्टरनेट चेंज करेगा तो हमारा प्रॉब्लम सही हो जाएगा. बिल्कुल ओके नया वाला मिलेगा. ഇവിടുന്നും കൈ ഒടിഞ്ഞു കേട്ടോ. ഇത് വണ്ടി നിന്ന് ഓടല്ലോ, പിന്നെ ഇത് ഓടൂല. അതാണ്ട് 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് നമ്മൾ അങ്ങനെ അടുത്ത
സ്ഥലത്തെത്തി. റസാക്ക് അപ്പുറം കേട്ടോ പറഞ്ഞ്. TVS LCP ഇതാണോ അതാണോ അത് നോക്കട്ടെ. റസാക്ക് TVS അല്ലേ? ഏതാ അത്? ഏതാ? ഏത് സൈഡാ? ലെഫ്റ്റ് സൈഡ്. ഏതാ? ഇവിടെയാണോ? ഇത് തന്നെയല്ലേ? ബാ 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 പോയിട്ട് വരാം. ലിപിയോട് നിൽക്കും. അല്ല ബാ ബാ. ഏതാടോ? 8 മണി വരെ ഉള്ളൂ. ദൂസര ഗല്ലി എന്നാ പറയുന്നത്. ഏതാ? ആ ഫോട്ടോ എടുത്തേ. അതെങ്ങോട്ടാ പോകുന്നത്? ഫൈനലി കട കിട്ടി കേട്ടോ. ഇതാ ഇത് തന്നെ TVS ഇത് തന്നെ ഇടൂ. ഭാഗ്യം. ഇനിയിപ്പോൾ റിപ്പയർ ചെയ്യുന്ന ആളെ കിട്ടുമെന്ന് നോക്കിയാൽ കേട്ടോ. എവിടെ നിൽക്കുന്ന അപ്പച്ചൻ അടിച്ച സ്ട്രോങ് ആട്ടോ. പൂരത്തെറിയായിരുന്നു അവനെ. എല്ലാവരും പണിയെടുക്കാൻ ഭയങ്കര പാടിട്ടോ ഇവന്മാർക്ക്. സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും പണി ഇട്ട് കഴിഞ്ഞാൽ 10 കാശ് അതിനൊന്നും ഉണ്ടാക്കാൻ നോക്കും. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇവർ പണിയെടുക്കാൻ ഭയങ്കര താല്പര്യത്തോടാണ്. എന്താണാവോ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത തെങ്ങും പുറത്തോട്ട് നോക്കിയാ തെറി പറയാനോ തോന്നണം ചില സമയത്ത്. സാധനമുണ്ട്. ഇത് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടേക്കാം. അത് വലിയ TVS സുന്ദരേശൻ്റെ വലിയ ആടാ. ഇതന്നെ പീച്ചെ എന്നാ പറഞ്ഞ ഷീറ്റ് കിടക്കാൻ. ഇവനെ കണക്ഷൻ അങ്ങ് വിട്ട് കളിക്കുന്നതിന് കേട്ടോ. കണക്ഷൻ നേരത്തെ സ്ഥലത്തു നിന്ന് അവർ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ അവരെ കൊണ്ട് പറ്റൂല എന്നുള്ളത്. അത് പറഞ്ഞത് നന്നായി. അല്ല പിന്നെ ഞങ്ങൾ അവിടെ കണ്ട നിഷ എണ്ണ വരച്ചാനുണ്ട്. ഈ സ്റ്റിക്കർ പൊളിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഈ കാണുന്ന മറ്റേ സ്റ്റിക്കർ വേറെ സ്റ്റിക്കർ അല്ലേ ഗൈസ്. നാളെ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം റെഡി ആയില്ലുണ്ടല്ലോ. ഞങ്ങളുടെ മൂലംകുഴി സകതം പൊളി. ഓഫാക്കണമെന്ന് ചോദിച്ചേ. പിന്നെ സ്റ്റാർട്ടാക്കണ ദൈവത്തിനോട് ചോദിക്കണം. അതുകൊണ്ടാണ്. നീ വെളിയിലിട്ട് അവൻ ചെയ്തോളൂ. എല്ലാം നീ തന്നെ ചെയ്യേണ്ടി വരും. മാറ്. അവൻ വരൂലായിരുന്നു. ആദ്യം സാധനം ഉണ്ടെന്ന് നോക്കട്ടാ. എന്നിട്ട് ഗൈസ് സംഭവം 120 തന്നെ കേട്ടോ. സെയിം സാധനം. ഗൈസ് ഫൈനലി ഇവിടെ സാധനം തരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യാൻ ആള് വരണം. വരുമെന്ന് പറഞ്ഞ പുള്ളി നല്ല മനുഷ്യനാണ് കേട്ടോ. പുള്ളി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് എന്നിട്ട് 120-ന്റെ മാറ്റി 150 ഇച്ചും കൂടെ പവർ വരും. ഇച്ചും കൂടെ ബാലറ്റ് പെട്ടെന്ന് ചാർജ് കയറും. ഇറങ്ങി പോയിരിക്കും. 15,000 രൂപ കേട്ടോ TVS-ന്റെ സാധനത്തിന്. നോക്കൂ ഞാനേ വെള്ളം വേണ്ടടാ കാശ്. നോക്കൂ ഞാനേ പിന്നെ അവിടുന്ന് മാറാൻ പറ്റൂല. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പണി പാടും. റസാക്ക് അവിടുന്ന് മാറില്ലടോ. അവിടെ നിൽക്കാൻ അവിടുന്ന് മാറില്ല. എത്ര ലീന ഊരാൻ 3000 പിന്നെ റേഡിയേറ്ററിന്റെ ഓയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എനിക്കൊന്നും ഊരാൻ 3000 രൂപ. ആള് വന്നാ അറക്കുമാട അവിടെ ചെന്ന് അതാ നിൽക്കുന്നു അറുപമാട അങ്ങോട്ട് അല്ലേ. ദൈവമേ ഇവരെല്ലാം ആലോചിച്ച് ലാഹേലാഹയാണ്. അതാ വിഷയം. ആസാം സെയിമാ. 5000 രൂപയുടെ നമ്മുടെ പുതിയ എന്നാ പറയുന്നത് അച്ഛാ സാമാൻ നയാവാല. ചെക്ക് ചെയ്യാം കേട്ടോ. ഓ ഇത് തന്നെ സാധനം. ഇത് വലുതാണോ ഇവന്? പുള്ളി पुली बड़ा है ना. ऊपर अभी बढ़ाने को जाएंगे ना इधर ऊपर ये कार्टून यहीं ऊपर. दൈവം ഇത് പുള്ളി വലുതാ. पुली बड़ा है ना. पुली वो आप वाला पुराना वाला निकाल के इसमें लगाएगा. നിൽക്കുവാടല്ലോ ഇവനെ. അലോയ്മെന്റ് തെറ്റി കഴിഞ്ഞാൽ പൊട്ടിക്കൊണ്ടേ ഇരിക്കും. സാധനം മേടിച്ചു. ഓക്കെ താങ്ക് യു. പൈസ വന്നോ നോക്കട്ടെ. വെയിറ്റ് പൈസ വന്നോ. പൈസ നോക്കൂ. ഫൈനലി ഞങ്ങൾ ഫണ്ട് കൊടുത്തു. 25,000 രൂപ 16,000 രൂപ ആൾട്ടർനേറ്ററിന് 2,000 രൂപ ആൾട്ടർനേറ്റ് ഇപ്പം ചെയ്യുന്നുണ്ട് ലേബർ. ഇന്ന് ചെയ്ത് 4,500 രാവിലെ ചെയ്ത ആൾട്ടർനേറ്ററിൻ്റെ പൈസ. അതിൻ്റെ മുന്നേ ചെയ്ത് 2,500. അതിൻ്റെ മുന്നേ ചെയ്തത് ആദ്യം പൊട്ടി അവന് കൊടുത്ത 1,200. അങ്ങനെ മൊത്തത്തിൽ 25,000 രൂപ 24,000 രൂപ എങ്ങാനും പോയി കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കരഞ്ഞു തീർക്കും അല്ലെ പ്രത്യേകം തീർക്കാം ഗൈസ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ ഒരു സാറുണ്ട്. ആ സാറിൻ്റെ അടുത്ത് പോകാൻ. ആ സാറിൻ്റെ അടുത്ത് പോയിട്ട് വേണം നമുക്ക് കാർനെറ്റ് മേടിക്കാൻ വേണ്ടി. എന്തായിരുന്നു പ്രശ്നം? आपका पता है ना गाड़ी है आपका पास? गाड़ी है नहीं है? ये गाड़ी में आएगा पूरा आदमी. आओ പിന്നെ സ്കൂൾ ബസ്സോ? പോട്ടെ. ഗൈസ് എന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? അതായത് കാർനെറ്റ് മേടിക്കാൻ. എന്നിട്ട് വേണം ഇന്ന് രാത്രി തന്നെ നേപ്പാൾ ബോർഡറിലേക്ക് സഞ്ചരിക്കാൻ. അങ്ങനെ വളരെ സങ്കുലിതമായ ഒരു ദിവസമാണിന്ന്. ഇനിയിപ്പോൾ AC കിട്ടാക്കാം. പോട്ടെ. ഓഫാനാ
कॉल करो बंद करो ആ മടി വിടുന്ന സാധനം അടിയിടുന്ന സാധനം എത്രാമത്തെ ഡൈനാമോ പണിയാ മൂന്നാമത്തെ എന്നാ മോനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ ഡൈനാമോ പണിയാണ് കേട്ടോ പുള്ളിയെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട് പടി കയറുമായിരിക്കും ആ സാധനം എന്ത് ഡൈനാമോ അതർക്ക് 16,000 രൂപയുടെ മുതലാ 16,000 രൂപയുടെ മുതലാട്ടോ കാണുന്നത് TVS എടാ കോയമ്പത്തൂരാണോ നോക്കടാ കോയമ്പത്തൂർ ഇത്ര വില ഇല്ലായിരുന്നു അതിനാ 17,590 രൂപ ഉണ്ടായിരുന്നു ആ പൈസ കൂട്ടി പറഞ്ഞു ആ 16,000 രൂപ മേടിച്ചടാ അതെന്നാ നമ്മൾ അത്ര ഊമ്പിച്ചേ ഊമ്പിച്ച് ഓ MRP വിലക്കാ തന്നല്ലേ ഇതാ എത്ര 15,700 സംതിങ്ങേ ഉള്ളൂ എന്നിട്ട് നമുക്ക് 16-ന് തന്നു ഇയാള് ഞങ്ങളെ പറ്റിക്കട്ടോ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഗതികേടാണ് വേറെ വകുപ്പൊന്നുമില്ല കേട്ടോ ചേടാ ഊമ്പിച്ചാടോ ആള് സംസാരം തന്നെ നമ്മള് പാട്ട് കേൾക്കുമ്പോ 1:1 പാട്ട് കേൾക്കുന്നു 1.5 പാട്ട് കേൾക്കൂലേ സ്ലോ മോഷനില് അതുപോലെ അറിയില്ല പാട്ടാ കാണുന്ന പാട്നയുടെ തെരുവുകളിന്റെ തൊട്ട് സൈഡിലാണ് ഞങ്ങൾ വണ്ടി ഇട്ട് പണി കേട്ടോ ഐഡന്റിറ്റി മാർക്കായിട്ട് തനൂഷ്ക് ഉണ്ട് കേട്ടോ ടാറ്റ തനൂഷ്ക് ഗൈസ് നോക്കൂ ഈ കാണുന്നത് ഇവിടെ ടാറ്റയുടെ തനൂഷ്ക് ഉണ്ട് ഇതുണ്ടോ അതേ ഉള്ളൂ കേട്ടോ ഐഡന്റിറ്റി മാർക്കായിട്ട് വേറെ ഒന്നും കാണാനില്ല എടാ എന്നാലും നമ്മളെ ഇരുത്തി കുമ്പിച്ച് കളഞ്ഞല്ലോ അവിടെ സെവിനെ 15,600 സാധനം നമ്മൾ 16,000-ന് മേടിച്ചു 250 രൂപ നഷ്ടം ഞങ്ങളുടെ പുള്ളി എടുത്തു പറഞ്ഞു കേട്ടോ നിങ്ങളെ ഞാൻ സഹായിക്കുന്നതാണ് നിങ്ങളെ പറ്റിക്കൂല അതിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു പറ്റീര് അല്ലേ മനസ്സിലാക്കാൻ ഇച്ചിരി വൈകിപ്പോയി ഇല്ല അടി എന്നൊക്കെ പറഞ്ഞ ഇത് അടി 3 കൂട്ടികളെ അടി കിട്ടിയില്ലേ എനിക്ക് പിന്നെ ഒരു ബോധമില്ലല്ലോ നമ്മൾ ഒരിക്കലും പൊട്ടന്മാരാകല്ലോ കേട്ടോ ഈ സാധനത്തിന് ഇത്രയും പൈസ ഇല്ല എൻ്റെ ഇവനോട് ഞങ്ങളിപ്പം വിളിച്ച് ചോദിച്ചേ അപ്പം പറയാ ഇപ്പൊ ഇതിന്റെ വില ഇത്ര ഉണ്ട് അതുകൊണ്ടാണ് ഈ പൈസ മേടിച്ചത് കറക്ക് 1 മണിക്കൂർ സംസാരിക്കാം അവനോട് ഈ പുള്ളിക്ക് 500 രൂപയുടെ പണിയേ ഉള്ളൂ 2,000 രൂപ വാങ്ങിച്ചത് 2,000 ആദ്യം 3,000 ചോദിച്ചേ അത് 2,500 ആക്കി ഇപ്പൊ ഞാൻ വേറെ കാര്യമുണ്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കത്തിക്കഴിഞ്ഞാൽ 5 പൈസ ഉണ്ടാവും നേരത്തെ എല്ലാം പൈസ കേട്ടില്ല നമ്മളെ ആവശ്യമായി പോയി അതെ ഒന്നും പറഞ്ഞില്ല നമുക്കിപ്പോ വേണ്ടത് ശരിയാക്കിട്ടാ പൈസ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് 70 കിലോമീറ്ററിന് സഞ്ചരിക്കാണ്ട് അറിയാവോ കുഴപ്പമില്ല എന്നിട്ട് വേണം നമുക്ക് സംഭവം മേടിക്കാം അവരുടെ ഡിന്നർ റെഡിയാക്കണ്ട അത് കഴിക്കണം കേട്ടോ ഡിന്നർ ചാവൽ ചിക്കൻ പത്താ നെയ്യ യാർ ഞങ്ങളുടെ കയ്യിലെ സ്റ്റൂൾ എടുത്ത് ലിബിന് ഇവിടെ ഇരുന്നു സെബിൻ തന്നെടാ വിട്ടോ നോക്കൂ സെബിൻ ഇവിടെ ഇരിക്കും അവിടെ സ്റ്റൂളിട്ട് അതേ സമയത്ത് വണ്ടിയുടെ പരിപാടികൾ ഇവർ എടുത്തോണ്ടേ ഇരിക്കും കേട്ടോ ഇതൊക്കെ വിശന്നിട്ട് നിൽക്കത്തില്ല കേട്ടോ ഞങ്ങൾ അപ്പുറം വരെ പോയപ്പോൾ ദോശ കിട്ടി എടാ അതിന്റെ ചട്നികൾ കഴിക്കേണ്ട സാധനം കേട്ടോ സൂപ്പർ ചട്നി അല്ലേ ആ തൊട്ട് നോക്കാം ഇതെന്നാ മിനറൽ വാട്ടറല്ലോ നെയ് കറിയേക്കാ തുടക്കൽ കറിയേക്കാ ആ ഇതേ നമ്മളെ പഴയ ആൾട്ടർനേറ്റർ മോനെ ഇതേ 2 ദിവസം വൈകിട്ട് സാറാ इसमें प्रॉब्लम क्या है भैया അതെന്റെ പുള്ളിക്ക് മനസ്സിലാകാത്ത പുള്ളി ഉണ്ടല്ലോ ഈ പുള്ളിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനം കേട്ടോ ഈ പുള്ളിക്ക് പണിയിട്ട് പണി പാളും റസാക്ക വലിയ എടുത്ത് റസാക്ക അടവടൽ വലുതാടോ ആണോ സെയിം സെയിം സെയിമാ ഇത് പുതിയതും അത് പഴയതും കേട്ടോ പുള്ളി ഊരി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട് ഇങ്ങോട്ട് അളവെടുക്കുക दिल्ली है ये भी दिल्ली ओरिजिनल नहीं है डूब सेकंड है देखो ये ओरिजिनल देखो ये ओरिजिनल हो गया ये ओरिजिनल है ओरिजिनल ये डी माल है हाँ ये ओरिजिनल ये तुम्हारा जो लेकर अच्छा ये ओरिजिनल हो गया ये देखो ये ओरिजिनल हो गया ओरिजिनल हाँ ओरिजिनल देखो लुकस लिखा हुआ है ना अच्छा हाँ डिफरेंट है हाँ डिफरेंट ഇത് മൊത്തം ബാണായി പോയി കേട്ടോ ഇതേ പഴയ സാധനമാണ് ഈ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലായില്ലേ ഇവിടെ ഡൈനാമോ വർക്ക് ചെയ്യിച്ച് ഇതുണ്ടോ ഈ സംഭവം ഇത് വർക്ക് ചെയ്യിച്ച് അവൻ കണക്ഷൻ കൊടുത്ത് എൻ്റെ അതിന് കറണ്ട് വരുന്നുണ്ടോ അവൻ ടെസ്റ്റ് ചെയ്യുക കേട്ടോ ഒരു ചില്ലറക്കളിയല്ല കേട്ടോ എന്തൊക്കെയോ പരിപാടി നടക്കുന്നത് ഇത് നമുക്ക് ടെർമിനൽ നല്ല ടെർമിനൽ വേണമെന്ന് പറഞ്ഞു പ്രസാദ ടെർമിനലേ
നല്ലത് വേണമെന്ന് പറയണം. മെഷീൻ അടിക്കോ? ഇല്ലല്ലോ, ഒന്നും കത്തിയില്ല. സാധാരണ ഇത് ഇടുമ്പോഴല്ലേ കറങ്ങുമ്പോഴല്ലേ കത്തണ്ടേ? ഇത് നേരെ ഉൾട്ടയാണ്. ഇതെങ്ങനെ ടെസ്റ്റിങ് എത്രയാണ്? 14 പേര് കേട്ടോ. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ആൾട്ടർനേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. ആൾട്ടർനേറ്റർ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ എടുക്കുവാണ്. പുതിയത് പഴയതൊരു ബോക്സിൽ പാക്ക് ചെയ്ത് തരാമെന്ന് കേട്ടോ പറഞ്ഞാൽ. ഇതിന് കയറ്റി കഴിഞ്ഞാൽ പരിപാടി വരും കേട്ടോ. മനസ്സിലായോ? സാഗരാന്നല്ല, സാഗറല്ല, സാഗര. ഇന്നത്തെ ദിവസം നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് അവിടുന്ന് അവിടെ ഫുഡുണ്ട് കേട്ടോ. വെള്ളം കുടി, വേറൊരു സാധനം കഴിച്ചിട്ടില്ല. ടിങ്കിൾ ടിങ്കിൾ നോക്കൂ, കുറേ നേരം കേട്ടോ വണ്ടിയുടെ പരിപാടി തുടങ്ങിയിട്ടോ. ഇത്ര മണിക്കൂറായെന്ന് ഞങ്ങൾ ഈ ടൗണിൽ നിൽക്കുന്നത്, ഇതുവരെ കഴിഞ്ഞില്ല കേട്ടോ. നോക്കിയേ ഇതെന്നാ സംഭവിച്ചേ? ബ്ലോക്കിങ്ങാനും വരുന്നോ? നോക്കൂ, ഇതിവിടെ കിട്ടുന്ന കല്ലാട്ടോ, 16 രൂപ. 10 സോല. സോല സോല നല്ല കട്ടയാണോ? രാധ കഥ. ഗൈസ് നോക്കി, ഈ കാണുന്ന വണ്ടിക്ക് ഇറക്കുന്ന കേട്ടോ. ഞങ്ങളുടെ വണ്ടിയുടെ പരിപാടി ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇവരും 5-6 പേരുണ്ട് കേട്ടോ ഇവിടെ. അവർ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാട്ടോ. കൺസ്ട്രക്ഷൻ ഫീൽഡുള്ള റസാഖ് ഇതിനെക്കുറിച്ച് കീച്ചു കേട്ടോ. ഗൈസ് ഇവിടുത്തെ കോർപ്പറേഷൻകാർ ഒരു വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. സമയം എത്രയാടാ? അവർ ലാസ്റ്റ് വേസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ എത്തി കേട്ടോ. ഇതുണ്ടോ സത്യം, റസാഖെ മാറിയിരിക്കും. ഫൈനലി വണ്ടി ശരിയായി. ഇതുവരെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അവരവരുടെ ബാറ്ററി കൊണ്ടുവന്നാണ് അടിച്ചത്. ഇപ്പം നമ്മുടെ ബാറ്ററിയൊക്കെ ചാർജ് കയറണം കേട്ടോ. ലിവിനൊക്കെ എന്തിയടാ? പൈസ കൊടുക്കാൻ വേണ്ടി പോയോ? മറ്റേ ഇതൊക്കെ കയറ്റിയോ? നമ്മുടെ സീറ്റ് എല്ലാം കയറ്റി. കഴിച്ച് നോക്കുക, എല്ലാ പരിപാടിയും കഴിഞ്ഞു. കോർപ്പറേഷൻകാരെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മളും കൂടെ ഇവിടുന്ന് പോകാനുള്ളൂ. അപ്രോക്സിമേറ്റ് ഇവിടെ നിന്ന് നമ്മൾ കാറിനിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് പോകേണ്ടത് 70-something കിലോമീറ്ററാണ്. ഗുജറാത്ത് പോയില്ലേ? അവരുടെ കസിൻസാണ്. അപ്പോൾ അവർ ബീഹാറിൽ ഇവിടെ സ്കൂൾ നടത്തുവാണ്. അപ്പോൾ അവരുടെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ സംഭവമൊക്കെ മേടിച്ച് കുറച്ച് റെസ്റ്റ് ചെയ്ത് തുണിയൊക്കെ അലക്കി വൃത്തിയാക്കി ഞങ്ങൾ അവിടുന്ന് ഒരു 3-4 മണിയാകുമ്പോൾ ഇറക്കും. നേരെ ബോർഡർ കയറും കേട്ടോ. ഇന്ന് ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. ബോർഡർ കയറി കഴിഞ്ഞാൽ പിന്നെ നേപ്പാൾ എത്തിക്കഴിഞ്ഞാൽ ആശ്വാസ്. നമ്മുടെ ഉണ്ടായിരുന്ന ഡൈനാമോ എടുത്ത് വെച്ചോ സെബിനെ. കഴിച്ച് നോക്കൂ, പുള്ളി അതിൻ്റെ സംഭവം നോക്കട്ടെ. ഇപ്പം സിഗ്നൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ ഓടിയാലേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഒരു മെയിൻ സംഭവം കേട്ടോ. അല്ല നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റില്ല. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പാട്നയോട് വിട പറഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് 70 കിലോമീറ്റർ, 2 മണിക്കൂർ 6 മിനിറ്റാണ് നമുക്ക് എത്താൻ വേണ്ടി. ഇതുണ്ടോ റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ടോ? ഇതുണ്ടോ റോഡ് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്ന മെഷീനായിട്ട് കാണുന്നത്. അത് കൊള്ളാലോ. ഫ്രണ്ടിൽ സ്പ്രേ അടിച്ച് സെറ്റപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ബാക്കിൽ ഈ കാണുന്ന മെഷീൻ കൊണ്ട് പൊടി അല്ലേ? എനിക്കൊന്നും മറ്റേ ഇതാന്ന് തോന്നുന്നു, ഇറ്റാലിയൻ ടെക്നോളജി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഇപ്പം നമ്മുടെ വണ്ടിക്ക് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് എന്നിട്ട് നമ്മുടെ കാർനെറ്റ് കൈപ്പറ്റാം. എന്നിട്ട് പുള്ളി ഒരു മാഷ കേട്ടോ. അപ്പോൾ പുള്ളിയുടെ കൊടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളവിടെ കുളിച്ച് വൃത്തിയായി തുണിയൊക്കെ അലക്കാൻ പറ്റുമെങ്കിൽ അലക്കിയേക്കാല്. തുണിയൊക്കെ അലക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് വണ്ടി നേരെ ബോർഡറിലേക്ക് തിരിക്കും. അപ്പോൾ ഒരു മോർണിംഗ് ഒരു 6 മണി 7 മണിയോടുകൂടി നമുക്ക് എത്തിയാൽ മതി. അപ്പോൾ ആ സമയത്ത് നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. പാലത്തിൻ്റെ സൈഡിലേക്ക് നോക്കി ഫുള്ള് ലോറികൾ ബ്ലോക്ക് ആട്ടോ. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ ആയി കാണും കേട്ടോ. ലോറികൾ മാത്രം ഇങ്ങനെ കിടക്കണം. എന്നാ സംഭവം എന്ന് വെച്ചാൽ വളരെ നിസ്സാരം. അതായത് തൊട്ടപ്പുറം പോലീസുകാർ മാമൂല് പിരിക്കുന്നുണ്ട്. ഓരോ വണ്ടി പിരിച്ചാണ് വിടുന്നത്. അതായത് ഇവിടെ വേബ്രിഡ്ജോ മറ്റു സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ റോഡിൽ പിരിവാണ്. ഇതാണ് സംഭവം. നോക്കിയാൽ കാറുകളൊക്കെ കിടക്കുന്ന നോക്കിയാൽ ബീഹാറിന്റെ ഗ്രാമപ്രദേശത്തിലൂടെ പോകുന്നത്. നോക്കിയേ ഇതുണ്ടോ ഓല കൊണ്ടുള്ള വീട് ഉണ്ടോ? ഇങ്ങോട്ടൊക്കെ വരാൻ നേരത്ത് വളരെ ഡീപ്പ് ഏരിയകളാട്ടോ. ഷീറ്റ് ഇട്ട ഓല, മണ്ണുകൊണ്ടുള്ള വീടുകൾ. അതായത് വളരെ റൂറൽ ഏരിയ കൂടെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് അല്ലേ? നോക്കും ആ രീതിയിലുള്ള സ്ട്രക്ചർ സംവിധാനം. മഡ് ഹൗസ് ഇല്ലേ? മഡ് ഹൗസ് ശരിക്കും ആ സംഭവം ഇഷ്ടം പോലെ ഈ റൂട്ടിൽ കാണാം കേട്ടോ. ഈ കാണുന്നതൊക്കെ ലോറി താവളങ്ങളും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇവിടെ നമുക്ക് ഇനി സഞ്ചരിക്കാൻ കേട്ടോ. ഏതാണ്ട് ഒരു 39 കിലോമീറ്റർ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ കാണുന്ന കേട്ടോ സ്കൂളാണ്. അപ്പം ഇവിടെയാണ് നമുക്കിനിപ്പോൾ നമ്മുടെ കാർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫ്രഷായി
ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമുക്ക് പോകാൻ. കാരം നമസ്കാരം, വെൽക്കം വെൽക്കം. പേര് 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 തോമസ്. തോമസ് ചേട്ടൻ, അങ്ങാടി ആനപ്പന്തി. ഗൈസ് നോക്കൂ, പേര് ഗൈസ് ചേട്ടൻ്റെ പേര് ആൻസൺ. ഗൈസ് നോക്കൂ, ഇവരോട് ബീഹാറിൽ സ്കൂളാട്ടോ, അതായത് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂൾ നടത്തുന്നത്. ചേട്ടൻ ഇവിടെ ഏതാണ്ട് 14 വർഷം അല്ലേ, 14 വർഷത്തോളമായി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഗുജറാത്തിലെ ചേച്ചി പറഞ്ഞിട്ട് നമുക്ക് കാർനെറ്റ് ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇവിടെ കാർനെറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് കാർനെറ്റ് വാങ്ങിക്കണം. അതുകൂടാതെ നമുക്കൊന്ന് കുളിക്കണം. കഴിഞ്ഞ 3 ദിവസമായിട്ട് വണ്ടിപ്പണിയും പരിപാടിയായിട്ട് നമ്മൾ നടക്കുമായിരുന്നു. പിന്നെ 2-3 തുണിയൊക്കെ ഉണ്ട്, അതൊക്കെ അലക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് വണ്ടി എടുത്ത് വീണ്ടും നമുക്ക് തിരിച്ച് ബോട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോവാണ്. ആദ്യമായിട്ട് പിന്നെ കുളി അല്ലേ, അതിന് ശേഷം കഴി, അതിന് ശേഷം ഫൈനലി ഞങ്ങൾ അങ്ങനെ കുളിക്കാൻ പോകും കേട്ടോ. അതായത് മേളിൽ ഞങ്ങൾക്ക് നല്ല കിടിലം മാത്രം സംഭവമൊക്കെ തന്നാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഓപ്പൺ എയർ കുളിച്ചായിരുന്നു. റസാക്ക ടോയ്ലറ്റിലെ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്ന 2 നിക്കറും ഗൈസ് നോക്കി ഇനിയിപ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാർനെറ്റ് എടുത്ത് ഇന്ന് തന്നെ യാത്ര തിരിക്കും കേട്ടോ. ബാക്കി കാർനെറ്റിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ നാളെ പറയാം. എൻ്റെ അമ്മോ, മുഖത്തിൻ്റെ അവസ്ഥ എടാ, നിൻ്റെയോടാ ഗൈസ് കോലം കിട്ടും കേട്ടോ. നിൻ്റെയോ? ഇവൻ എങ്ങനെ വന്നവനാണെന്നറിയോ? അയ്യോ, ഇവന് നേരെ നിൽക്കാൻ പറ്റില്ല. തുടങ്ങാം, കുളിക്കാം. ഫൈനലി അങ്ങനെയാണ് പണിസാധനം ആദ്യം കഴുകി കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ അടിയിലും കാര്യത്തിലൊക്കെ കിടക്കുന്നത്. അല്ലേ ഇതിനെ ഈ സാധനം നമ്മൾ അടുത്ത വർഷം കിടക്കാന്നത് വീണ്ടും നമ്മുടെ ദേഹത്തേക്ക് കഴുകി. കാരണം ഞങ്ങൾ നേരെ വന്ന് നേരെ പോയിട്ട് ഇത് കഴുകിയെടുത്തില്ല. ഇവിടെ കുളിക്കാം. ഇത് നോക്കി പെട്ടെന്ന് അടിയിൽ കിടക്കുന്നു നോക്കി. അത്യാവശ്യം നടപ്പുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കളിക്കാൻ ദേഹത്തും വെള്ളം ഒഴിച്ചിട്ടോ നമ്മള് ദേഹത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല. നീ കുളിക്കാൻ എന്നിട്ടാണ് ഞാൻ കുളിച്ചോളാം. പുതിയ നിക്കറല്ലോ എൻ്റെ പാവം. സെബിനെ കുളിക്ക് പോവാൻ എന്നിട്ട് എൻ്റെ ചോദിച്ചാക്കല്ലേ ഫോണ് തണുപ്പ് കേട്ടോ. വേണ്ട, ദേഹത്ത് വെള്ളം ഒഴിക്കാനല്ലേ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ വെച്ചിട്ടോ കേട്ടോ. ഒരു ചെവിയിലെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെവിക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കായിരിക്കും അല്ലേ. എല്ലാവരും കുളി കഴിഞ്ഞ് വന്നു കേട്ടോ. ഇത് റസാക്ക. ഇതാരത് ഐസ്. ഇനി നേരെ നേപ്പാൾ ബോർഡറിലേക്കാണ് പോണേ. ഇൻസൈഡ് ഇൻസൾട്ടാണ് മുരളി. അല്ല മുരളി വേണ്ട, വീഡിയോ എടുക്കണ്ട. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള പരിപാടി എടുത്ത്. സമയം പേര് എത്ര? വെളുപ്പിന് എത്രയാടാ? 3 മണി കേട്ടോ. ഇപ്പം സമയം 3 മണിയായി. നോക്കൂ, നമുക്കങ്ങനെ ഭക്ഷണം കിട്ടി. നെയ്ച്ചോറും ചിക്കൻ കറി. ആർക്കും ഇവിടെ വിളമ്പാൻ മടി? മട്ടണാണോ? ഗൈസ് നോക്കൂ, നെയ്ച്ചോറും മട്ടനും കേട്ടോ. ലിബിൻ പെട്ടു. ലിബിൻ മട്ടൺ കഴിക്കില്ല. ലിബിൻ മട്ടൺ കഴിക്കില്ല. ഉറക്കത്തിലും തമാശ കഴിക്കുന്നില്ല. വായോ? ഓ റൗണ്ട് പിടിച്ചതാ. ഗൈസ് നോക്കൂ, ഞങ്ങളെ ബിരിയാണി കഴിക്കണം കേട്ടോ. ആണോ? അച്ചാറുണ്ടോ ഇവിടെ? മതി. അങ്ങനെ 2 കുടിയിലാണോ? അത് മതി, ഫ്രജ് മതി. നോക്കൂ, അതായത് നെയ്ച്ചോറ്, പിന്നെ അതേപോലെ ഇനി ഇത് മട്ടൻ കറി. മട്ടൻ കറി അല്ലടാ, ഇതന്നെ. പിന്നെ അടിപൊളി ബീഫ്. നീ കഴിച്ചില്ലല്ലോ, ഇവിടുത്തെ സ്പെഷ്യലാണ്. സൂപ്പർ. ബീഫാണോ പോർക്കാണോ? ഒന്ന് ഉറപ്പുവരുത്തിക്കേ. നിങ്ങൾ എന്നിട്ട് കഴിച്ചാൽ മതി. ബീഫല്ലേ? അതെ. അല്ല പിന്നെ റസാക്കിൻ്റെ തെരു മൊത്തം ഞാനിത് കേൾക്കേണ്ടി വരും കേട്ടോ. അല്ലേ ഗൈസ്? മട്ടൻ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. ഇത് ചൗളാഫ്, അത് കലക്കി. മട്ടൻ വാങ്ങാൻ കഴിക്കല. ഞാൻ സാറിനോട് ചോദിച്ചപ്പോണ്ടല്ലോ, ഇവിടെ 1 കിലോ ഈ കാണുന്ന ബീഫിന് 160 രൂപയുള്ളൂ. ഞങ്ങളുടെ അങ്ങാടിക്കടവിൽ 360 രൂപ കേട്ടോ കിലോയ്ക്ക്. നിങ്ങളെവിടെ എത്രയാണോ? ഇവരവിടെ പിന്നെ 380 കേട്ടോ. അല്ലേ? അത് കേട്ടോ. പിന്നെ അതുപോലെ ആരെങ്കിലും ബീഹാറിൽ എവിടെയെങ്കിലും ടീച്ചിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ വീഡിയോയുടെ സൈഡിൽ സാറിൻ്റെ നമ്പർ കൊടുത്തേക്കാം. ഇല്ലേ ഗൈസ്? അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ടീച്ചിങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ
താല്പര്യമുള്ളവർ 800 മട്ടന് ക്ലീഷെ മാലിപ്പോയി. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കേട്ടോ.